അറിഞ്ഞ ഒരു സംഭവം അത് മാത്രമേ. പിന്നെ അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ എന്നെപ്പറ്റി ഫുൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്, അറിയാം. അപ്പം അതിന് ശേഷമാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പം, കാരണം എന്തുകൊണ്ട് മാറി നിന്ന്, എന്താണ് ഇതിൻ്റെ വിഷയം, ചേട്ടൻ മനഃപൂർവ്വം മാറി നിന്നാണോ? അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലങ്ങനെ ഇന്ന മാതിരി സംഭവം ഉണ്ടായി, അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹരീഷ് അതൊരു ഒരു ഒരു പരാതിയായിട്ട് ഒരു ചാനൽ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇൻ്റർവ്യൂക്കിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, അത് കറക്റ്റ് ആ സമയത്ത് അവർ ഉത്തര സമയത്ത് പറഞ്ഞു, ആ സാധനം പൊങ്ങി വന്നതെന്നല്ലാതെ ഒരു ഇതിനു വേണ്ടി അങ്ങനെയാണ് എനിക്കത് എപ്പോഴോ പറയാം. ഒരുപാട് വർഷമായ സംഭവം, ഒരു 3-4 വർഷം മുമ്പായ സംഭവമാണ്. അപ്പൊ നമ്മുടെ പക്ഷെ ആ സമയത്ത് എനിക്ക് വീട് പണി നടക്കുന്ന സമയത്ത് എനിക്ക് പൈസ ആവശ്യമുണ്ടായി, ഞാൻ തിരിച്ചു ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. വീട് പണി കഴിഞ്ഞ് വീട്ടിൽ കൂടുതലൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ കുറേയായി. അതെ, വീട് താമസം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഈ തുറന്നു പറച്ചിലുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ എല്ലാം പൊങ്ങി വരുന്ന സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പേടി തോന്നുമോ നമ്മുടെ സിനിമയിൽ തന്നെ? ഒരു പേടി എന്നോട് ഞാൻ വണ്ടി മുന്നിൽ വിടാ, എനിക്ക് ബാക്കിൽ വന്നാ മതി, പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്ക് വന്നു എനിക്ക് കരാട്ടൊക്കെയാന്ന്. അല്ല, സീരിയസ് ആയിട്ട് ഞാൻ അല്ലാതെ തന്നെ ചോദിച്ചതാ. പറയാൻ പറ്റില്ല, ഇനി ചെയ്തിട്ട് സിനിമയെന്ന് മൊത്തം ചവിട്ടി പുറത്താക്കുക എന്നുള്ളത് അറിഞ്ഞൂടാ. പേരൊക്കെ പുറത്ത് പറയുന്ന സമയങ്ങളിൽ അതാ ഞാൻ ചോദിച്ചത്. അല്ല, അത് ഇപ്പം ഇങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ച് ചോദിച്ച്, ഇനിയിപ്പം എറണാകുളത്തേക്ക് പോകുമ്പോൾ എനിക്ക് ടെൻഷനായി, പ്രശ്നമായി, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയണ്ട, പോട്ടെ, ഇനി അങ്ങോട്ടൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ വിഷയമല്ലേ ഒക്കെ. ഇപ്പം വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി. നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ഫാമിലിക്ക് ഭയങ്കരമായിട്ടുള്ള, കാരണം നമ്മൾ വിട്ട് നിൽക്കുമ്പം, കാരണം നമ്മളിവിടെ ഷൂട്ടൊക്കെ ആയിട്ട് എറണാകുളത്ത് വരുന്നതല്ലേ, അപ്പം എന്തോ ഒരു പേടി ഉണ്ടാവില്ലേ. മനസ്സിലായി. ഞാൻ അപ്പോഴും പ്രസ് മീറ്റിന്റെ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എപ്പോഴും നോക്കുന്നത് നിർമ്മലേട്ടനാണെങ്കിൽ ഇതേപോലെ ലൈക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ കൂടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് എന്ത് പറയാനാണെങ്കിലും ഒരു കൂടെ ഒരു സപ്പോർട്ട് അല്ലേ, അങ്ങനെ എനിക്ക് ഫീൽ. അല്ല, ഞാനിപ്പോഴും സപ്പോർട്ടിൻ്റെ അല്ല, ഞാനിപ്പോഴും പറഞ്ഞത് ഇതൊരു കുത്തിപ്പൊക്കലോ ഇതൊരു പകപോക്കണയോ ആളല്ല. ഈ 25 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് ഹരീഷ്. അല്ലെങ്കിൽ അതൊരു പ്രശ്നമാക്കി ഒരാൾ ലൈഫിൽ ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയെടുക്കണം ചിന്തിക്കുന്ന ഒരാളല്ല. ഇത് സംഭവിച്ചപ്പോൾ വായന്ന് വന്നൊരു വാക്ക് അത് ന്യൂസായി ചാനലാണല്ലോ. അപ്പോൾ വന്നപ്പോൾ പിന്നെ പറഞ്ഞു പോയതാണല്ലോ, മാറ്റാൻ പറ്റൂല. അതിൽ നിന്നല്ലാതെ ഒരാളെ ലൈഫ്. പക്ഷേ ഇത് വന്നപ്പം ഇതുപോലെ അനുഭവിച്ച കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളിപ്പോഴാണ് ഇത് ചെയ്ത് ശരിയായി, അപ്പം നിങ്ങളെങ്കിലും തുറന്ന് പറഞ്ഞല്ലോ, പല ആൾക്കാരും ഇത് തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായി. മനസ്സിലായി ചേട്ടാ. ഇങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ, 20 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ എമൗണ്ട് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടൻ എല്ലാവരും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? ഞാൻ സത്യം പറഞ്ഞാൽ കടം കൊടുത്ത ഒരാൾക്കാർ എനിക്ക് തിരിച്ചു തന്നില്ല. കാരണം നമ്മളൊരാൾ ബുദ്ധിമുട്ട് പറയുമ്പോൾ നമ്മൾ കൊടുത്തു പോകും, കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയില്ല. ഇല്ല. പിന്നെ അത് അന്ന് ആ സമയത്ത് എത്രയും നമ്മളെ ഡേറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അത്രയും ഇൻറ്റിമേറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ അർജൻറ്റാണ് ഒരാഴ്ചനെ കൊണ്ട് തരാമെന്ന് പറയുമ്പോൾ അയാൾ വർക്ക് ചെയ്യുന്ന പടത്തിൽ എങ്ങനെ അപ്പോൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നതും അപ്പം ഞാൻ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത്. ഞാൻ മാത്രമല്ല, അതേ സമയത്ത് ധർമ്മജനം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡന്റിന് ശേഷമെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും അതൊക്കെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഈ സിനിമ ഇതിൽ. പിന്നെ കാരണം ഒരു പടം ഇതാക്കുന്ന എല്ലാവർക്കും കറക്റ്റ് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ അങ്ങനെ കുറേ പ്രൊഡ്യൂസേഴ്സ് വരാതെ ഉണ്ട്. കാരണം ആദ്യമായിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പം ചിലർക്ക് ഇതിൻ്റെ ചില ഐഡിയകളൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരും അല്ല, അങ്ങനത്തെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയിൽ അങ്ങനെ ചില ആൾക്കാർക്ക് സംഭവിക്കലുണ്ട്. ഞാൻ ഇയാളെ കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ് ആണ്. വീട്ടിൽ വരുന്നത്, ഞാൻ അയാളെ വീട്ടിൽ പോകണം, ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വരുമ്പോൾ അയാളെ വീട്ടിൽ പോകണം. ഞങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു അത്യാവശ്യം പറയുമ്പോൾ, അത്രയും എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകും. മനസ്സിലായി. ചേട്ടൻ നമ്മുടെ നിഷ ചേച്ചി തന്നെ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരാളെ നമ്മുടെ ശത്രു വെക്കാനായിട്ട് പൈസ കടം കൊടുത്താൽ മതി എന്നുള്ളത്. അത് റിയലൈസ് ആയോ എപ്പോഴെങ്കിലും? സത്യമാണത്, മതി, അത് കൊടുത്താൽ കഴിഞ്ഞ്. കാരണം പിന്നെ നമ്മളത് ചോദിക്കുമ്പോൾ അവർക്കത് വെറുപ്പാവും.
ഈ സിനിമയിലുള്ള കിട്ടുന്ന പൈസ, ചില ആൾക്കാർ സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസ സിനിമയിൽ വെറുതെ പൈസ തരിക എന്നുള്ള. നമ്മൾ രാവിലെ 6 മണിക്ക് കഴിഞ്ഞിട്ട് 7 മണിക്ക് 8 മണിക്ക് ലൊക്കേഷനിൽ ചെന്ന് രാത്രി 9 വരെ ഇതിൻ്റെ വർക്ക് ചെയ്ത് ഇതിന് ഇത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു പൈസ കിട്ടുക. അതും ഓരോ ചെറിയ ചെറിയ റോളിൽ നമ്മൾ മിമിക്രി കളിച്ച് അതെന്ന് വന്ന് ഓരോ ചെറിയ ചെറിയ റോളിൽ സിനിമയിൽ ചാൻസ് കിട്ടി അത് ചെയ്ത് വന്നിട്ട് നമ്മൾ കുറച്ച് നല്ല ക്യാരക്ടറിലേക്ക് വന്നപ്പം നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നതും. ഓക്കെ, ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് നമ്മൾ പറയുന്ന പൈസ ഒക്കെ കിട്ടുന്നുള്ളൂ. നമ്മളൊരു എത്ര പൈസ വേണമെന്ന് പറയുമ്പോൾ അപ്പം അത് കിട്ടി തുടങ്ങിയിട്ട് നമ്മൾ ഒരു അധ്വാനം ഇല്ലാതെ അപ്പോൾ കിട്ടുന്ന പൈസയാണ് സിനിമയിൽ എന്നുള്ള ഒരുവിധ ആൾക്കാരെ വിചാരം. ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കാറ് വാങ്ങിയപ്പം ഞാനൊരു കാറ് വാങ്ങി, ഒരു കീ. അപ്പം സ്വാഭാവികമായിട്ടൊരു നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ട് ഹരീഷ് കാണാതെ എന്നെ കാറെടുത്ത് അപ്പം തന്നെ ഫുൾ തെറിവിളിയുണ്ടാവുക. നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു പൈസ പോലെ. അത് ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ മണി, ഓട്ടോറിക്ഷ ഓടിക്കൽ, കൽപ്പണി, ഇൻഡസ്ട്രിയൽ വർക്ക്, ഈ കണ്ട എല്ലാ പണിയും എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി മിമിക്രി കളിച്ച് വന്നിട്ട് കുറേശ്ശെ എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം എന്ന് 4ാം ക്ലാസ് മുതൽ ആഗ്രഹിച്ചിട്ട് നമ്മൾ കുന്നോളം ആഗ്രഹിക്കുമ്പോൾ കുന്നിക്കുരോളം കിട്ടുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. അല്ലാതെ കഷ്ടപ്പെട്ട് വന്നതാണ്. അല്ലാതെ ബസ് സ്റ്റാൻഡ് കിടന്നുറങ്ങിയിട്ടും ബസ് സ്റ്റോപ്പ് കിടന്നുറങ്ങിയിട്ടും ഞാൻ നിർമ്മലൊക്കെ, അല്ലാതെ ഒറ്റയടിക്ക് നേരം വെളുത്ത് ഞാൻ സിനിമാ നടനായതല്ല. ഈ ചില ഇനോഗ്രേഷനൊക്കെ വിളിക്കുമ്പോൾ പറയും, ചേട്ടാ അത്ര പറയുന്നത് നമുക്ക് റിബൺ കട്ട് ചെയ്യാനേ ഉള്ളൂ, അത്ര പണിയുള്ളൂ. ഈ റിബൺ കട്ട് ചെയ്യലിൽ നമ്മൾ വേർത്ത് ചാവുന്നോണ്ടല്ല, ഈ ഇത്ര കൊല്ലത്തെ നമ്മളെ തന്നെ വിളിക്കുന്ന എന്തിനാ, അല്ല അവിടെ ആരെയും കൊണ്ട് റിബൺ കട്ട് ചെയ്ത് പോയാൽ അപ്പോൾ റിബൺ കട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്ര വർഷത്തിൻ്റെ ഒരു റെമുനറേഷൻ ഉണ്ട്, വേറെ വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പം അല്ലാണ്ട് റിബൺ കട്ട് ചെയ്യൽ വലിയ ജോലിയായിട്ടല്ല. അതെ, ഇവിടെ പ്രസ് മീറ്റിൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടോ? ഞാനിത് ഒഴിവാക്കി വൈഫ് എല്ലാവരും അത് ബൊട്ടാനിക്ക് അത് കിട്ടൂല. കാരണം ഒരാൾ തരൂലാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കിട്ടൂല. അയാൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ ആ സമയത്ത് തിരക്കുള്ള സമയത്ത് ഞാൻ പിന്നെ അതേ സമയത്ത് പ്രോഗ്രാം ചെയ്യും, സ്റ്റേജ് ഷോ ചെയ്യും. ഇവിടെ ദുബായിൽ പോയി അവരെ കൂടെ അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാമിന് പോകും. അതേ സമയത്ത് സിനിമ ചെയ്യും. പിന്നെ ഞാൻ ഒരു പൈസ അനാവശ്യമായിട്ട് ഞാനൊന്നും കളഞ്ഞില്ല. അവനോട് ചോദിച്ചാൽ മതി. ഒരു നല്ല അത്യാവശ്യം സ്ഥലങ്ങളും വേറെ സേവിങ്സും അതും ഇതൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്കിതൊന്നും ബാധിച്ച് പ്രശ്നം ഉണ്ടായില്ല അങ്ങനത്തെ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പ്രോഗ്രാംസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണമുണ്ട്. മനസ്സിലായി. ഒരു സേവിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ തകർന്നു. എന്നോട് ചോദിക്കും, പലരും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞില്ലേ ഹരീഷ്, കഴിഞ്ഞില്ലേ, അപ്പം ഒന്നുമില്ലല്ലേ ചോദിച്ച ആളുകൾ. ഞാൻ പറഞ്ഞ പടം കുറവുണ്ട്, പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച 20 സെൻറ്റ് സ്ഥലം എടുത്ത് അതിൻ്റെ അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞു. കാറ് മാറ്റില്ലോ എന്ന് പറഞ്ഞു. മൂപ്പര് ഇതിൻ്റെ ഹരീഷിൻ്റെ ആയിട്ടും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ 100-300 റുപ്യ കിട്ടുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിച്ചോ മൂപ്പര ലൈഫ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഒരു പൈസ തീർന്നുകൊണ്ട് ഞാൻ സെന്തിലിനോട് പറഞ്ഞിട്ട് നേരത്തെ സംസാരിച്ചു. മൂപ്പര് ഹരീഷ് ജീവിക്കുന്ന അങ്ങനെ തന്നെയാണ്. അന്നങ്ങനെ ജീവിച്ചു അങ്ങനെ തന്നെ.